അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസ് പങ്കിടാനുള്ള സ്വാലിഹായ സൽക്കർമ്മങ്ങൾക്കുള്ള അവസരം, അതിനുള്ള ആഫിയത്തും ആരോഗ്യവും നോക്കുന്ന നമ്മളുമായി ബന്ധപ്പെട്ട കുടുംബാദികൾക്കും അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ റമദാൻ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒരു റമദാനും കൂടി കടന്നു പോകാൻ ഇനി ഒരാഴ്ച കൂടി ബാക്കി നിൽക്കെ നമ്മുടെയൊക്കെ ചിന്തകളിൽ എത്ര പെട്ടെന്നാണ് ഇതങ്ങ് പോയത് എന്നുള്ള വല്ലാത്ത ഒരു ആശങ്കയാണ്. തങ്ങൾ പറഞ്ഞ സമയം ചുരുങ്ങിയ ഒരു കാലഘട്ടത്തിലാണ് നാം നിലകൊള്ളുന്നത്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു കാലഘട്ടം വരും, ഒരു വർഷം ഒരു മാസം എങ്ങനെയാണോ കടന്നു പോകുന്നത് അതുപോലെ കഴിഞ്ഞു പോകും. ഒരു വർഷം ഒരാഴ്ച പോലെയും ഒരാഴ്ച ഒരു ദിവസം പോലെയും ഇന്ന് നാം അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വന്നതുപോലെ തോന്നുന്നതായ വിശുദ്ധമായ റമദാൻ ഇന്ന് 23ാമത്തതായ പകൽ എത്തി നിൽക്കുമ്പോ ഇവിടം വരെ എത്തി നിൽക്കുന്ന നാം ഈ റമദാൻ ഇതുവരെ നമ്മൾ എന്ത് നേടി എന്ന് ചിന്തിക്കുന്നതിനെ, എന്ന് ആലോചിക്കുന്നതിനേക്കാൾ അപ്പുറം ഇനിയുള്ള തുച്ഛമായ ദിനങ്ങളിൽ നമുക്ക് എന്ത് നേടിയെടുക്കാൻ സാധിക്കും, എന്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ, ഉപയുക്തമാക്കിയെടുക്കുവാൻ, നരകത്തിൽ നിന്ന് മോചനം ലഭിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശനം ലഭിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം തുച്ഛമായ ദിവസങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുകയും ചിന്തിക്കുകയുമാണ് ഏറ്റവും ആവശ്യം. അതാണ് ഏറ്റവും ബുദ്ധിപരമായ കാര്യം. നാം ഒന്ന് ചിന്തിച്ചു നോക്കണം. വളരെ ശ്രേഷ്ഠമായ, വളരെ പവിത്രമായ ദിനരാത്രങ്ങളും നിമിഷങ്ങളും മണിക്കൂറുകളുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനി നമുക്ക് നൽകാൻ, ഇനി നമുക്ക് ഈ ശേഷിക്കുന്നതായ ദിനരാത്രങ്ങളിൽ വെച്ചിരിക്കുന്നത്. സ്വർഗം കരസ്ഥമാക്കുവാനുള്ള, സ്വർഗം മേടിക്കുവാനുള്ളതായ സമയമാണ് അല്ലാഹു തആല നമുക്ക് നൽകിയിരിക്കുന്നത്. പക്ഷേ വളരെ പ്രയാസകരമായ, ദുഃഖകരമായ ഒരു സത്യമുണ്ട്. റമദാൻ ആദ്യമൊക്കെ കാണുന്ന ആ വല്ലാത്തൊരു ജാഗ്രതയും വല്ലാത്തൊരു ശ്രദ്ധയും അതിന്റെ അവസാന നിമിഷങ്ങളിലേക്ക്, അവസാന നാളുകളിലേക്ക് കടന്നു വരുമ്പോ ആ ഒരു ശ്രദ്ധയില്ലാത്ത, ഒരു അലസത, ഒരു അലംഭാവം, അല്ലെങ്കിൽ വല്ലാത്തൊരു മടി, ഇത് മടുത്തോ എന്നുള്ളതായ ഒരു ചിന്താഗതി പോലെ തോന്നുന്ന ഒരു പ്രവർത്തന ശൈലിയാണ് പലപ്പോഴും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. വിശുദ്ധമായ റമദാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം മേടിക്കുവാൻ നമുക്ക് നൽകിയിരിക്കുന്ന ആരോഗ്യവും, നമുക്ക് നൽകിയിരിക്കുന്ന സമയവും പലപ്പോഴും സ്വർഗ്ഗം മേടിക്കുന്നതിന് പകരം സ്വർഗ്ഗത്തിനെ വിറ്റുകൊണ്ട് ദുനിയാവിനെ മേടിക്കുന്നതായ ഒരു സാഹചര്യം, ഒരു സിറ്റുവേഷനാണ് നമ്മളിൽ പലപ്പോഴും കണ്ടുവരുന്നത്.